ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആക്കിലാസ് വേൾഡ്. ഇന്ന് ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ ഒരു 3 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക്, ഒരു പകുതി നാരങ്ങ, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്, അതുപോലെ ഒരു 4-5 തക്കോലം, ഒരു 6-7 ഗ്രാമ്പൂ, ഒരു 3-4 ഉണക്ക നാരങ്ങ, ഒരു 4-5 കറുകയില, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജീരകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 6-7 ഏലക്ക, ഒരു 4-5 കറുകപ്പട്ട, പിന്നെ മാഗിയുടെ സീസണിങ് പൗഡറും മാഗിയുടെ സ്റ്റോക്കും. അപ്പോൾ പാത്രം ചൂടായതിന് ശേഷം ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതിനൊന്ന് ചേർക്കാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പാത്രത്തിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വന്നാൽ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രാമ്പൂവും തക്കോലം ഇട്ട് കൊടുക്കുകയാണ്. മല്ലി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും, കറുകപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്, അതുപോലെ ഏലക്കായും, 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഉണക്ക നാരങ്ങ ഒരു 4 ഇട്ട്, ഒരു 2-3 ആയാലും മതി. ഇതിപ്പോൾ 1.5 കിലോ ചിക്കനെ നല്ല വലിയ പീസായിട്ട് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കാം.
ഒരു 4-5 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എരി കുറച്ചാണെങ്കിൽ ഇത്രയും വേണ്ട എരിയെങ്കിൽ അതിൽ എണ്ണത്തിൽ കുറവ് വരുത്താം. ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്നൊഴിച്ചു കൊടുക്കുകയാണ്. മാഗിയുടെ സീസണിങ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ റൈസിന് ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവ് കുറവാണ് വേണമെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഞാനിതിന് വേണ്ടി അരി എടുത്തിരിക്കുന്നത് 1.5 കിലോ അരിയാണ്. അപ്പോൾ അത് കപ്പിൽ അളന്നപ്പോൾ 2 കപ്പ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇരട്ടി വെള്ളം എടുക്കുന്നില്ല. 2 കപ്പിന് ഒരു 3-3.5 കപ്പ് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് അരമണിക്കൂർ കുതിർത്തി ഊറ്റിയെടുത്ത അരിയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി തിരഞ്ഞെടുക്കുമ്പോൾ ലോങ് റൈസ് തന്നെ തിരഞ്ഞെടുക്കണം. ബാസ്മതി റൈസ് പ്രൈഡ് ഓഫ് ഇന്ത്യയുടെയോ ടെൽഡയുടെയോ ഒക്കെ നീളമുള്ള റൈസ് തിരഞ്ഞെടുക്കുന്നതാണ് മജ്ബൂസിന് നല്ലത്. ഇനി ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഒരുപാട് ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ആവി പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം. ഇപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. മുകളിലൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. അടിയിലും നന്നായിട്ട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കണം, നേരിട്ട് തീ വരാത്ത രീതിയിൽ. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് വെച്ച് വയ്ക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.